കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി RSP നേതാവായ NK പ്രേമചന്ദ്രൻ MP ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. തിരഞ്ഞെടുപ്പ് ചൂടിലാണ്, തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ കുറച്ച് പിന്നിലാണോ എന്ന് തോന്നുന്നു? ഒരിക്കലുമല്ല. ഞങ്ങൾ മാർച്ച് 2-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പ്രത്യക്ഷമായി ആരംഭിച്ചത്. CPM ഫെബ്രുവരി മാസം 27-ാം തീയതി ആരംഭിച്ചു. ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം ഇഞ്ചിന് മുന്നോട്ട് പോകുന്നതല്ല, ഒരു ഇഞ്ചും പുറകോട്ട് പോകുന്നില്ല. അവരുടെ പ്രത്യക്ഷമായ പ്രചരണം ഇപ്പോൾ അല്പമൊന്ന് മങ്ങിയതായി കാണുന്നുണ്ട്. ഒരിക്കലും ഉണ്ടാകാത്തതാണ് തുടക്കത്തിൽ തന്നെ റോഡ് ഷോയുമായി. അതൊക്കെ അവസാന ഘട്ടത്തിൽ സാധാരണഗതിയിൽ ചെയ്യുന്നതാണ്. ഇത് 4-5 ദിവസം റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് അവർ തുടക്കം കുറിച്ചത്. ഞങ്ങൾ കടകമ്പോളങ്ങൾ കയറിയിറങ്ങി ഇപ്പോൾ 10 ദിവസമായി ഏറ്റവും കുറഞ്ഞതൊരു 70,000-ഓളം പേരെയെങ്കിലും ഞാൻ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ടാകും. മുഖാമുഖം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകും. ആ വർക്ക് നല്ലതുപോലെ തുടരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10 ദിവസം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. തുടർന്നും അതുതന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് വിജ്ഞാപനം വന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ കഴിയൂ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവർ പോസ്റ്റർ അടിച്ചു. 3 പോസ്റ്റർ അവർ ഇറക്കി കഴിഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോസ്റ്റർ ഇറക്കി. മേയിലേക്കാണ് തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ താങ്ങാൻ കഴിയാത്ത ബാധ്യതയായിരിക്കും സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും ഉണ്ടാകാൻ പോകുന്നത്. മേയിലാണ് 3-ാം ഘട്ടം തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം പോകുന്നത് എന്നുണ്ടെങ്കിൽ അവരാണത് അഡ്വാൻസ് ചെയ്തിറങ്ങിയത്. ഫെബ്രുവരി 27-ന് CPM ആരംഭിച്ചു. ഞങ്ങൾ മാർച്ച് 2-ന് ആരംഭിച്ചു. ഈ 3-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു തന്ത്രമായിട്ട് തോന്നുന്നു. അതായത് BJP കാൻഡിഡേറ്റ്സിനെ കേരളത്തിലുള്ളത് വലിയ നേതാക്കൾ, മോദി അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തി പ്രചാരണം കുറച്ചും കൂടെ കൊഴുപ്പിക്കാനുള്ള അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ 3-ാം ഘട്ടത്തിലേക്ക് ആക്കാനുള്ളൊരു തീരുമാനം? അറിയില്ലല്ലോ. അവർ അങ്ങനെ ഒരു ആക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് വിലയിരുത്താം. ഇപ്പോൾ ആസ് സച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. നോട്ടിഫിക്കേഷൻ വരട്ടെ, അതിനുശേഷമാക്കാൻ. കൊല്ലത്ത് BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് മാത്രമല്ല, 8 നിയോജക മണ്ഡലങ്ങളിൽ ഈ കൊല്ലം കോൺസ്റ്റിറ്റ്യുവൻസി ഉൾപ്പെടെയുള്ളത് അവരുടെ സെൻസിറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി. അവർ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അല്ലെ കാറ്റഗറിയിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ല കൊല്ലം ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി. ഇടതുപക്ഷം പറയുന്നത് NK പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി ദുർബലനായ സ്ഥാനാർത്ഥി ഇടുകയാണ് BJP ചെയ്യുന്നത് എന്നാണ് ഇടതുപക്ഷം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് മറ്റെന്ത് പറയാനുണ്ട്? ഞാൻ BJP ആണ്, BJP എന്നെ സഹായിക്കുന്നു, BJPയുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് എന്താ പറയാനുള്ളത്? ഒരു രാഷ്ട്രീയ പ്രശ്നം ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ? നിങ്ങൾ അവരുടെ ചുവരെഴുത്തും പോസ്റ്ററിങ്ങും നോക്കിയാൽ സൽക്കാരമല്ല. ഇതാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ചങ്ങാത്തവും സൽക്കാരവുമല്ല, മതേതരത്വമാണ് പ്രധാനം. എന്തൊരു നിലവാര തകർച്ചയാണ് CPMനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വന്നു ഭവിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക. രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സൽക്കാരവും സൗഹൃദവുമാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആശയപാപ്പരത്വം കൊണ്ട് വലിയ പ്രതിസന്ധി ആ പാർട്ടി നേരിടുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇവർക്ക് മറ്റെന്താ എന്നെക്കുറിച്ച് പറയാനുള്ളത്? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പറയുന്നത് താൻ നിയമസഭയിൽ നടത്തിയ വികസനങ്ങളെ തൊട്ട് കാണിക്കാൻ വെല്ലുവിളിക്കുന്നുണ്ട്. അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നല്ല, എൻ്റെ കാറിൽ എൻ്റെ ചെലവിൽ ഭക്ഷണം വാങ്ങിത്തന്ന് തൊട്ട് കാണിക്കും എൻ്റെ വികസനങ്ങൾ, 1748 കോടി രൂപയുടെ വികസനം തൊട്ട് കാണിക്കുമെന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ തൊട്ട് കാണിക്കേണ്ട, റോഡേ പോയാൽ കാണാം. ചെന്ന് സൂക്ഷ്മമായി തൊട്ടു നോക്കാതെ തന്നെ നിങ്ങൾ വഴിയിലൂടെ സഞ്ചരിച്ചാൽ തന്നെ പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ എൻ്റെ കൂടി പരിശ്രമത്തിൻ്റെ ഭാഗമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നേരിട്ട് ബോധ്യപ്പെടും. പോയി തൊട്ടു നോക്കി ബോധ്യപ്പെടേണ്ട കാര്യമില്ല. കൊല്ലം പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ പെട്ടെന്ന് എൻ്റെ പേര് ഓർക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വികസന രേഖ വരട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളടക്കം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിയാം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളടക്കം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ചേർത്തുകൊണ്ടാണ് ഈ തുക പർവ്വതീകരിച്ച് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ് വസ്തുത, എന്തൊക്കെയാണ് വസ്തുത, തൊട്ട് കാണിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് തൊട്ട് കാണിക്കേണ്ട കാര്യമില്ല. ആലപ്പുഴയിൽ നിന്ന് കൊല്ലം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ MC റോഡ് വഴി പോകുന്നയാൾ, മലയോര ഹൈവേ വഴി പോകുന്നയാൾ, അവർക്കൊക്കെ
ഈ കൊല്ലത്തുണ്ടായിട്ടുള്ള കൊല്ലത്തിൻ്റെ മുഖഛായയിൽ വന്നിട്ടുള്ള മാറ്റം പോയി തൊട്ട് നോക്കാതെ ബോധ്യപ്പെടുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ദശകക്കാലം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വികസന രേഖ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ 5 വർഷം കാലം ചെയ്ത മുഴുവൻ കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ച് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്ത് ഒരു കാര്യം അവർക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 5 വർഷത്തതും ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അവരും പറയണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെയാണ് ഈ തൊട്ട് കാണിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റല്ലേ സത്യത്തിൽ നാടിൻ്റെ ആകെയുള്ള ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറേ പദ്ധതി റെയിൽവേ, ഹൈവേ തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ തുക സംസ്ഥാനത്തിൻ്റെ ഫണ്ടുകൾ ചെലവഴിക്കുന്നതാണ്. ആ സംസ്ഥാനത്തിൻ്റെ ചെലവഴിച്ച ഫണ്ട് മുഴുവൻ തൻ്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, സമ്മതിക്കുന്നു. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏതെല്ലാം പ്രോജക്റ്റുകളാണ് അദ്ദേഹം മുൻകൈ എടുത്ത് പ്രാവർത്തികമാക്കിയത്. അതൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, ഇത് കഴിയുമ്പോൾ ഡിബേറ്റ് ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ എന്തൊക്കെ തോന്നുന്നു? ഇത്രയും സ്ഥലങ്ങൾ 10 ദിവസമായി പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് എന്താണ്? അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റ് വയ്ക്കുന്നത്. നല്ലതാണത്. CPMൻ്റെ സ്ഥാനാർത്ഥിയുടെ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസമല്ല, നല്ല ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഈ 10 ദിവസം കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും കടകമ്പോളങ്ങളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ, ആരാധനാ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചുട്ടുപൊള്ളുന്ന നട്ടുച്ച വെയിലത്ത് പോലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെയെല്ലാം കടന്നു ചെന്ന ആൾക്കാരുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, അമിതമായ ആത്മവിശ്വാസമില്ല. ഒരുപക്ഷെ അവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ഈ റോഡ് ഷോയിൽ മാത്രമായി അവരുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അമിതമായ ആത്മവിശ്വാസമില്ല. ഞങ്ങൾക്ക് ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. ആൾക്കൂട്ടം മുകേഷിനെ കാണുമ്പോൾ എത്തുന്നത് ഒരു സിനിമാ നടനുള്ള ആസക്തിയാണോ, അല്ലെങ്കിൽ അതൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണോ? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് നോക്കാം.